ഇവിടെ ഈ അമ്മയ്ക്ക് ഒരു സൂപ്പർ പവർ കിട്ടുകയാണ്. വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിൽ അവരുടെ മകന് എത്ര മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മകന്റെ മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അവരുടെ തലയ്ക്ക് മുകളിൽ വിസിബിൾ ആകുന്നു. അത് കണ്ടിട്ട് അവരുടെ മകന്റെ മാർക്ക് കൂട്ടുന്നതിനെ കുറിച്ചായി പിന്നീടുള്ള ചിന്ത. അതിനുവേണ്ടി ഡെയിലി മുട്ടയും പാലും ഒക്കെ കൊടുത്ത് മകനെ ഹെൽത്തി ആക്കാൻ നോക്കും. എത്രത്തോളം ഹെൽത്തി ഫുഡ് കഴിക്കുന്നു അത്രത്തോളം അവന്റെ മാർക്ക് കൂടി വരുന്നതായി കാണുന്നു. അവന് വേണ്ടെങ്കിൽ പോലും പിന്നീട് അവർ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാൻ നോക്കും. ആരോടും മിണ്ടണം ആരോടും മിണ്ടണ്ട എന്നും അവന്റെ അമ്മ തന്നെ തീരുമാനിക്കും. ഡെയിലി 5 മണിക്ക് അലാം വെച്ച് ഇവനെ എഴുന്നേൽപ്പിച്ച് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു. അധികമായി ഹെൽത്തി ഫുഡ് കൊടുക്കുക, ഉറങ്ങാൻ സമ്മതിക്കാതെ പഠിത്തം, അങ്ങനെയെല്ലാം ചെയ്ത് ഇവന്റെ മാർക്കും കൂടി വരുന്നതായി കാണാം. ഒരു ദിവസം റിലാക്സേഷന് വേണ്ടി ഈ മകൻ ഗിത്താർ വായിച്ചിരുന്നപ്പോൾ മുറിയിലേക്ക് വന്ന അവന്റെ അമ്മ അവന്റെ തലയ്ക്ക് മുകളിലെ മാർക്ക് കുറയുന്നത് കാണുന്നു. അത് കണ്ട് ദേഷ്യം വന്ന് അവർ ഗിത്താർ വാങ്ങി അടിച്ചു പൊട്ടിച്ച് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അമ്മ പറഞ്ഞത് കേട്ട് അവന്റെ മുറിയിലെ അവന്റെ ഇഷ്ട സാധനങ്ങളെല്ലാം ഇവൻ നശിപ്പിച്ചു കളയും. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് അവന്റെ ക്യാരക്ടറിലും ചേഞ്ചസ് ഉണ്ടാകും. ഒരു നിമിഷം പോലും ഉറങ്ങാതെ പാതിരാത്രിയിലും പഠിക്കാൻ തുടങ്ങുന്നു. തലയിലെ മുടി ചീകി സമയം പോകാതിരിക്കാൻ വേണ്ടി മുടി ട്രിം ചെയ്ത് കളയും. ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ ഫുഡ് എല്ലാം ഒരുമിച്ച് അരച്ച് കലക്കി കുടിക്കും. മകന്റെ ഈ മാറ്റം അമ്മയെ പതിയെ ഭയപ്പെടുത്താൻ തുടങ്ങും. അവനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ച് ആ അമ്മ അവന്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങി കൊടുക്കുകയും അവന് ഇഷ്ടപ്പെട്ട ഗിത്താർ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അവൻ അതൊക്കെ അവിടെ വെച്ചിട്ട് പഠിക്കാൻ സമയമായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.